പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ഈ സമഗ്രമായ ലൈവ് തോൺ കവറേജിലേക്ക്. ഗൗതം, ഇനി നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? എരുമേലി കഴിഞ്ഞു, നിലയ്ക്കൽ കവർ ചെയ്തു, ഇനി നമുക്ക് പന്തളത്തെ സാഹചര്യം നോക്കാം. മണികണ്ഠൻ വളർന്ന പന്തളമാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഓരോ അയ്യപ്പ ഭക്തനും വൈകാരികമാകുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ആ അയ്യപ്പന്റെ സ്വന്തം മണ്ണിലേക്കാണ് പോകുന്നത്. പന്തളത്ത് നിന്നും ആരാണ് ശ്യാമേ? പന്തളത്ത് നിന്ന് നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞ പോലെ ദേശീയവാദികൾക്ക് വലിയ സ്വാധീനമുള്ള, അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ പ്രതീക്ഷ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പന്തളം നഗരസഭ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണും കൗൺസിലർമാരും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മിഥുൻ പുരളിക്കൊപ്പം. പന്തളം നഗരസഭ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും ശബരിമല തീർത്ഥാടകരുടെ വലിയ ബാഹുല്യമാണ് പന്തളത്ത് ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പന്തളത്തെ വിവിധ കെട്ടിടങ്ങളും മറ്റും. പര്യാപ്തമായിട്ടുള്ള സൗകര്യങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുണ്ട്. അത് മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട് എന്നാണ് പന്തളം നഗരസഭ അറിയിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ഈ ക്രമീകരണങ്ങൾ ഇപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു എന്ന് അറിയിക്കുന്നു. പന്തളം നഗരസഭ പ്രതിനിധി പന്തളം ക്ഷേത്രം ഉൾപ്പെടുന്ന വാർഡിലെ കൗൺസിലർ പുഷ്പലത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്? ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പന്തളം നഗരസഭ മുൻകൈയെടുത്തുകൊണ്ട് പൂർത്തീകരിക്കുന്നത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്? സ്വാമി ശരണം. പന്തളത്തെ തീർത്ഥാടകർക്ക് വേണ്ടി തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും പന്തളം മുനിസിപ്പാലിറ്റി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പന്തളത്ത് അയ്യപ്പന്മാർക്ക് ബാത്റൂമിൻ്റെ ഉള്ള പര്യാപ്തത മൂലം ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് 13 ബാത്റൂമുകൾ നമ്മൾ പണിഞ്ഞു നൽകിയിട്ടുണ്ട്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. കൂടാതെ തന്നെ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട്, സൗജന്യമായി പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വെള്ളപ്പൊക്കം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ബണ്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീണ്ടും ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത് അവിടെ ശുദ്ധ ആക്കി തീർത്തിട്ടുണ്ട്. ഈ അയ്യപ്പ ഭക്തന്മാർക്കുള്ള വിരിവെപ്പിന് വേണ്ടി നമ്മൾ അന്നദാന മണ്ഡപം ചോദിച്ചിട്ടുണ്ട് ദേവസ്വത്തിൻ്റെ. പക്ഷേ ഇതുവരെ നമുക്ക് അവിടുന്ന് യാതൊരുവിധ പ്രതികരണം ഉണ്ടായിട്ടില്ല. ആ ദേവസ്വത്തിൽ നിന്നുള്ള അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ പണികൾ തുടങ്ങാനൊക്കത്തുള്ളൂ. ആരോഗ്യ പരിപാലനത്തിനായി ഹോമിയോപ്പതി, ആയുർവേദം, അലോപ്പതി എന്നിങ്ങ ഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്യാബിൻ നിർമ്മിച്ച് നൽകുന്നതാണ്. അതിനും ദേവസ്വത്തിൻ്റെ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് വേണ്ടുന്ന നടപടികൾ ഇന്ന് തന്നെ തുടങ്ങുവാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്, മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ദേവസ്വം ബോർഡിനെ അറിയിച്ച് 1 മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ ലെറ്റർ കൊടുത്തതാണ് ഈ കെട്ടിടം വിട്ടുകിട്ടുന്നതിന് വേണ്ടി. പക്ഷേ ഇതുവരെ അതിൻ്റെ യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ അന്നദാന മണ്ഡപമാണല്ലോ പ്രധാനമായിട്ടും വിരിവെക്കുന്നതിനുള്ള സൗകര്യം ഉള്ളത്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. മറ്റ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിശുദ്ധ സേനക്കാരെയും താമസിപ്പിക്കുന്നതിനും ഈ വരുന്നവർക്കുള്ള സൗജന്യ വിരിവെപ്പ് നൽകുന്നതിനും നമുക്ക് ആ ബിൽഡിംഗ് കിട്ടിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇതുവരെയും തീരുമാനം നമുക്ക് തന്നിട്ടില്ല. എന്താണ് അവർ അറിയിച്ചിരിക്കുന്നത്? ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഇന്നൊരു അവലോകനയോഗമുണ്ട്. അതിനകത്ത് മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പല കാര്യങ്ങളിലും തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിനോട് മുന്നോട്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? കാരണം ഇനി ഒരാഴ്ചയുള്ളൂ. അതിനുള്ളിൽ തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ആചാര സംരക്ഷണ സമിതി പ്രതിനിധിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഒരു ഭക്തജനം കൂടി എന്ന നിലയിൽ, ഭക്തജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഇപ്പോൾ അവസാന നിമിഷം പറയാനുള്ളത്? ഈ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തവണത്തേതിലും കുറച്ചുകൂടി നേരത്തെ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണൊരു സന്തോഷകരമായ കാര്യം. പക്ഷേ എല്ലാ കാലത്തും ഇവിടെ മായിട്ടുള്ള മുഖം മിനുക്കൽ മാത്രമാണ് നടക്കുന്നത്. ശബരിമല തീർത്ഥാടകരെ കൂടാതെ പന്തളത്ത് തിരുവാഭരണ ദർശനത്തിന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള അല്ലാതെ ഉള്ള ഭക്തജനങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഈ മണ്ഡലകാലം മുഴുവൻ തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഈ ശബരിമല തീർത്ഥാടകരെ കൂടാതെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് പന്തളം. മറ്റേ എരുമേലിയിലോ നിലയ്ക്കലോ ഒക്കെ തീർത്ഥാടകർ മാത്രമാണ് എത്തുന്നതെങ്കിൽ പന്തളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പന്തളം കൊട്ടാരം കാണാനും പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും തിരുവാഭരണങ്ങൾ കാണാനും ഒക്കെ ആയിട്ടുള്ള ധാരാളം
ധാരാളം ഭക്തർ എത്തിച്ചേരുന്നതാണ്. ഇവർക്കുള്ള സ്ഥിര സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വർഷങ്ങളായിട്ട് അവഗണനയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. താൽക്കാലികമായി മുഖമിനുക്കി ഈ തീർത്ഥാടന കാലം അടുക്കുന്ന ഒരാഴ്ച കാലം കൊണ്ട് അത്യാവശ്യ ക്രമീകരണങ്ങൾ താൽക്കാലികമായി ഒരുക്കുക മാത്രം. പാർക്കിങ്ങിന് സ്ഥിരമായ സംവിധാനമില്ല. ക്ഷേത്രത്തിന് ഏറ്റവും അടുത്ത സ്ഥലങ്ങളിൽ അതിന് സ്ഥലം കണ്ടെത്തി പാർക്കിംഗ് ഏർപ്പെടുത്തുന്നത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ഇതിന് പല പ്രാവശ്യം സ്ഥലം കണ്ടെത്തി നമുക്ക് ഏറ്റെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതുപോലെ വിരിവെക്കുന്നതിനായാലും സ്ഥിരമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വളരെ പരിമിതമായ സൗകര്യം. ഇപ്പോൾ പുതിയ അന്നദാന മണ്ഡപം പണിതിട്ട് 8 വർഷത്തോളമായി. അതിലെ പൂർണ്ണമായി അത് സജ്ജമാക്കുവാനായിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം അതിനകത്ത് ഈ വർഷമാണ് ഡെസ്കും കസേരകളും സ്ഥിരമായിട്ട് ഇതുവരെ വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. ഈ വർഷം അത് സ്ഥിരമായ ഡെസ്കും കസേരകളും അനുവദിച്ചിട്ടുണ്ട്. ബാക്കി അടുക്കളയിലെ ക്രമീകരണങ്ങൾ പൂർണ്ണമായിട്ടില്ല. അവിടെ സ്റ്റീമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ളതും ഗ്യാസിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന സംവിധാനം വേണമെന്നുള്ളത് ആവശ്യമായിരിക്കെ അത് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. അതുപോലെ അതിന് മുകളിലായിട്ടുള്ള വിരിവയ്ക്കുന്ന സൗകര്യം വളരെ പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ ഒരു നില കൂടി പണിത് അതിൻ്റെ മുകളിലായിട്ട് സോളാറിൻ്റെ പാനലും കൂടി ഇട്ടാൽ ഇവിടുത്തെ ക്ഷേത്രത്തിലെ വൈദ്യുതി സംവിധാനങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് വിരിവയ്ക്കാനുള്ള കൂടുതൽ സൗകര്യമൊക്കെ സമീപ പ്രദേശത്തെ വസ്തുക്കൾ ഏറ്റെടുത്ത് പാർക്കിങ്ങിനും ആളുകൾക്ക് വിരിവയ്ക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങൾക്കൊന്നും യാതൊരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ശബരിമല ക്രമത്തിലാണ് ഈ പ്രാവശ്യം അന്നദാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് പുലാവ് പോലെയുള്ള ഭക്ഷണമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും ധാരാളം ഈ നമ്മുടെ സമീപ പ്രദേശത്തു നിന്നുള്ള തിരുവാഭരണ ദർശനത്തിൽ എത്തുന്ന ഭക്തർക്ക് അതൊരു അസൗകര്യമാവും. ഈ മുൻ വർഷങ്ങളിലെ ക്രമത്തിൽ ഉള്ള അന്നദാന ക്രമം പന്തളത്ത് ഉണ്ടാകാനുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ഇന്ന് അവലോകന യോഗത്തിൽ ആവശ്യപ്പെടാനിരിക്കുകയാണ്. ഒരു ഭക്തജന പ്രതിനിധി എന്ന നിലയിൽ ഇതുവരെയുള്ള ഒരുക്കങ്ങൾ ഇനിയുള്ള കാര്യങ്ങളെപ്പറ്റി എന്താണ്? ഇവിടെ അയ്യപ്പ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യം പാർക്കിംഗ് ആണ്. ഈ വരുന്ന തീർത്ഥാടകർക്ക് എവിടെ ഈ വണ്ടി പാർക്ക് ചെയ്യണമെന്നോ അത് എങ്ങനെ ഇത് ഇങ്ങോട്ട് വരണമെന്നോ അവർ തീർച്ചയായിട്ടും ഒരു ആശയക്കുഴപ്പത്തിലാണ് അവരിവിടെ എത്തിച്ചേരുന്നത്. അതിന് സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ വിരിവെക്കാനുള്ള സൗകര്യം മുനിസിപ്പാലിറ്റി എടുത്ത് അത് ഫ്രീ ആയിട്ട് അയ്യപ്പ ഭക്തർക്ക് കൊടുക്കുന്ന രീതിയായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അതിനുവേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ അവർ വിരിവെക്കുന്ന സമയത്ത് അവർക്കൊരു പാ കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇന്നത്തെ ഈ നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പോലും അത് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. എത്രയും ഈ വരുന്ന തീർത്ഥാടകർക്ക് എത്രയും നല്ല രീതിയിൽ ഒരു അയ്യപ്പനെ തൊഴുത് നല്ല രീതിയിൽ മടങ്ങാൻ ഒരു സൗകര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരും ചെയ്യണം എന്നാണ് ഭക്തജനങ്ങൾക്ക് വിരിവെച്ച് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം പന്തളത്ത് ഉള്ളത് പ്രധാനമായിട്ടും അന്നദാന മണ്ഡപത്തിലാണ്. അന്നദാന മണ്ഡപത്തിന്റെ ഉടമസ്ഥാവകാശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് ഈ കാലയളവിൽ മണ്ഡല കാലയളവിൽ മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിക്കുകയാണ് പതിവ്. പക്ഷേ അതിനുള്ള അനുമതി ഇത്തവണ ഭക്തജനങ്ങൾക്ക് അന്നദാന മണ്ഡപത്തിൽ വിരിവെക്കുന്നതിനുള്ള അനുമതി നഗരസഭയ്ക്ക് ദേവസ്വം ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നഗരസഭ വാർഡ് കൗൺസിലർ അറിയിച്ചിരിക്കുന്നത്. അനുമതി നൽകണമെന്ന് നഗരസഭ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. അവിടെ സൗജന്യമായി വിരിവെക്കുന്നതിനുള്ള സൗകര്യം നഗരസഭ ഭക്തജനങ്ങൾക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അന്നദാനം, ഭക്തജനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി നഗരസഭ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും നഗരസഭയ്ക്ക് മുൻകൂട്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ പന്തളം കൊട്ടാരവും മുൻകൈ എടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. പന്തളത്ത് നിന്നും ഒരു വശത്ത് കടുത്ത അവഗണന, മറുവശത്താണെങ്കിലോ കാട്ടുകൊള്ള. അതെ അതെ അതെ. അല്ല, നമ്മളിപ്പോ എരുമേലിലും നിലയ്ക്കലിലും ഒക്കെ പോയത് കുറച്ചൊരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും കേൾക്കാൻ പറ്റിയത് പന്തളത്ത് മാത്രം. അത് അല്പമെങ്കിലും ഇതിനോടൊരു മനോഭാവമുള്ള ഒരു കൂട്ടം ദേശീയവാദികൾ അവിടെ ഉള്ളതുകൊണ്ട്. അതെ അതെ അതെ.